ചായ. മാഡം ചായ. സാറിനെ കാണാൻ പുറത്താരോ വന്നിരിക്കുന്നു. മോളെന്തി ഒന്നുമില്ലേ? എടോ, തന്റെ മോൾ എന്നതാ എന്റെ മടിച്ചേത്തുമ്പിൽ ഇരിക്കുവാന്നോ? അല്ല, താൻ എന്നാ അർത്ഥത്തിലാ തന്റെ മോള് വന്നില്ലേന്ന് എന്നോട് ചോദിക്കുന്നേ? അല്ല, കുഞ്ചറിയാച്ചൻ പറഞ്ഞു നിങ്ങൾ തരവഴിത്തരം പറയരുത്. തന്റെ മോള് വല്ലവന്റെ കൈ തൂങ്ങി പോയിട്ടുണ്ടെങ്കിലേ ആ വഴിക്ക് അന്വേഷിക്കണം. താൻ എന്തറിഞ്ഞിട്ടാടോ മാനമര്യാദക്ക് ജീവിക്കുന്ന എന്റെ വീട്ടിൽ കയറി വന്നിട്ട് തന്റെ മോളെ ഞാൻ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു? എന്താ പറ്റിയേ ചേട്ടാ, ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ബോംബെയിലായിരുന്നു. ഞാൻ മാത്രമല്ല, എന്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് വന്നപ്പോഴല്ലേ ഇവിടെ നടന്ന തൊന്തരമൊക്കെ അറിയുന്നത്. ഞാനില്ലാത്ത നേരത്തെ ഇയാൾ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞേക്കുവാ ഇയാളുടെ മോളെ ഞാൻ തട്ടിക്കൊണ്ടു പോയെന്ന്. ടോമിച്ചൻ ലിസമ്മയ്ക്ക് കൊടുത്ത എഴുത്തുകൾ ഞാനും കണ്ടതാണ്. ഒരു ബന്ധുവില്ലാത്ത ഒരു പെണ്ണിന് ആരെങ്കിലും പ്രേമലേഖനം കൊടുക്കൂ? അതിപ്പോ ആമ്പിള്ളേരാകുമ്പോ പെമ്പിള്ളേർക്ക് ഒരു കത്തൊക്കെ കൊടുത്തെന്നൊക്കെ ഇരിക്കും. എന്നും കണ്ട ഐറ്റങ്ങൾ അടിച്ചോണ്ട് മുങ്ങുക. എടാ, അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പ പ്രതിഫലം പറ്റിയിട്ടുണ്ടാവും വന്നോളുമാര്. താനാള് കൊള്ളാമല്ലോടോ. മോക്കൊണ്ടെന്നൊരു ആലോചന. പോയാലൊരു വാക്ക് കിട്ടിയാലോ? പുളിയാങ്കുന്നിലെ കുഞ്ചറിയാച്ചന്റെ മോൻ. മോള് പോയിട്ടുണ്ടെങ്കിലേ അവളിങ്ങി വരും, കൈ നിറയെ കാശുമായിട്ട്. എന്നെ അങ്ങ് വിട്ടേര്. അടിച്ചു പറയണം. ഈ വാഴച്ചുണ്ട് പൊട്ടുമ്പോ ഫാക്ടം ബോസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കണം. പിന്നെ ഈ കൊലയൊക്കെ വളർന്നു വന്ന് താഴെ മുട്ടും. അതങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ ചെകിട് കൂട്ടും. ജോണി ചായം വരുന്നത് അറിഞ്ഞ് പപ്പ കാലത്ത് പടലെണ്ണി വെച്ചിട്ട് പോയതാ. പപ്പ എണ്ണിന്ന് പറഞ്ഞ് എനിക്ക് എണ്ണിക്കൂടെ? ഇതാ നിന്റെ കുഴപ്പം. ചുമ്മാ തെറ്റിദ്ധരിക്കും. സമയദോഷം കൊണ്ടാ. അല്ലെങ്കിൽ എത്രയോ ബാറ്ററി എത്രയോ സർക്കാർ ഡ്രൈവർമാർ അടിച്ചു മാറ്റി വിൽക്കുന്നു. പിടിക്കുന്നുണ്ടോ? ഇല്ല. കുഞ്ചുക്കണിയാൻ പറഞ്ഞത് അച്ചട്ടാ. അല്ല, നമ്മുടെ സഭാ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാ. നീ എന്നോട് പൊറുക്കണം. എന്നാത്തിനാ? നീ പുറത്തുനിന്ന് വാക്ക് തന്നാലേ ഞാൻ പറയത്തുള്ളൂ. എന്നാന്ന് വെച്ച കാര്യം പറയണ്ടേ ചായ? നമുക്ക് കഷ്ടകാല. ഓ, അതിപ്പോ നിങ്ങൾ കെട്ടിയ പോലെ തുടങ്ങിയതല്ലേ? നീ തമാശ കള ട്രീസേ, തമാശ കളയാൻ. എന്താ? സഭക്കാരറിയരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ സമയം ഒന്ന് നോക്കിച്ചു. കുഞ്ചുക്കണിയന്റെ അടുത്തേ വ്യാഴം ഒന്ന് മാറിയാൽ രക്ഷപ്പെടുന്ന അയാൾ പറയണത്. ഒരു 3000 രൂപ മുടക്കിയ വേഴത്തെ ഈസി ആയിട്ട് മാറ്റാം. നീ ഒരു 3000 രൂപ സംഘടിപ്പിച്ച് ചാടി നമ്മുടെ കഷ്ടകാലം ഞാൻ മാറ്റിത്തരാം. തേടി നിങ്ങളുടെ പപ്പായ താണ്ട് താങ്ങി പിടിച്ചോണ്ട് വന്നേ. നമ്മുടെ പപ്പ പുള്ളിക്കാരൻ എന്ന് തുടങ്ങി. പപ്പ എന്ന് ഇങ്ങനെ തന്നെയാണോ? അരഞ്ഞു ബഹളം ഉണ്ടാക്കാതെ. പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. കമ്പനിക്കൊരാളെ ഒരു ഡോക്ടറെ വിളിക്കാൻ മോരുണ്ടെങ്കിൽ ഇത്തിരി കൊടുക്കടി. ഞാനിങ്ങനെ ഓറാവുമ്പോഴേ ഒരു മോരോ തൈരെടുത്ത് കുടിക്കും. ശീലില്ലാത്തത് കൊണ്ടാണേ. കഴിക്കോ? മോരുണ്ട് അവിടെ? അല്ല ശേഖരനാഥ് സാറേ, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. പെൺകുട്ടിയെ കാണാതായിട്ട് 1.5 ആഴ്ച കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതുവരെ നിങ്ങൾ പോലീസിൽ പരാതി തന്നിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇടയ്ക്കൊക്കെ കൊച്ച് ഇങ്ങനെ വീട് വിട്ട് പോകാറുണ്ടോ? ഉണ്ടോടോ? സാറേ, കുഞ്ചറിയുടെ മകൻ്റെ കൂടെ പോയെന്നാ കരുതിയിരുന്നത്. തിരിച്ചെത്തി അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് കുഞ്ചറിയെ വാക്ക് തന്നതുമാണ്. ഈ സാഹചര്യത്തിൽ പുറത്തറിയിക്കേണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞത്. ഈ കുഞ്ചറിയുടെ മോൻ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത് അവന്റെ കൂടെ പെണ്ണ് പോയിട്ടില്ലാന്ന്? കുറഞ്ഞ പക്ഷം സ്കൂൾ അധികൃതരിലും അറിയിക്കേണ്ടതല്ലേ? സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് സുഖമില്ലാണ്ടായി കിടപ്പിലാണെന്നാണ്. ഈ രീതിയിൽ ഈ കേസ് കോടതിയിലെത്തിയാൽ സമാധാനം പറയേണ്ടി വരുന്നത് പെണ്ണിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട്
15 ദിവസം ആരാണ്ടും പറഞ്ഞ വാക്കും വിശ്വസിച്ച് മാനത്തേക്ക് നോക്കി ഇരുന്നു എന്ന് പറഞ്ഞ അത് സാറേ, കുട്ടിയെ കാണാതായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പരാതി തരേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾ അയാളുടെ വാക്ക് വിശ്വസിച്ചിരുന്നു പോയി. ഒരു റിട്ടൺ കംപ്ലൈന്റ് ഇതാ, ഞങ്ങൾ അന്വേഷിക്കാം. എന്നപ്പാ ഇത്? പന്ന കഴിവറടാ മോനെ, വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ. തോന്നിയ ദിവസം കാണിച്ചേച്ച് അപ്പം കാശുമായിട്ട് പിന്നാലെ ഇറങ്ങിക്കോളാൻ. എന്റെ 5 കാശ് ഇക്കാറ്റിൽ നടക്കത്തില്ല. വിടന്ന് കുഞ്ചറിയാച്ച, ക്ഷമ ആട്ടും സൂപ്പിന്റെ പരം തരുമെന്ന പറഞ്ഞോടൂ പാപ്പിച്ചായ, അപ്പനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വകതിരിവാണ്. എണ്ണം കെട്ടവനെ, നിന്റെ 6-ാം വാരി നോക്കി നന്നല്ലോ. ഒരു തട്ടുകേട് വന്നു. ഇനി അതെങ്ങനെ പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം തട്ടുകേട് കേസിൽ നൂരാൻ കാശ് എത്ര വേണമെന്ന് അറിയാവോ? വകുപ്പ് മറ്റേതാ. അല്ലടാ പാപ്പച്ചി, കുടുംബോടാവേ. വകുപ്പിന്റെ കാര്യം ഓർത്തൊന്നും നിങ്ങൾ ആദ്യം കേട്ടല്ല. കാശ് എവിടെ എറിയണമെന്ന് ഞാൻ പറയും, എറിഞ്ഞാൽ മതി. ആദ്യം പെണ്ണിനെയും കൊണ്ട് ഇവൻ മുങ്ങിയ ദിവസം ഇവൻ ഏതെങ്കിലും സർക്കാർ ഓഫീസിലുണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. അത് നമുക്ക് തെളിയിക്കാം. ആകെ മൊത്തം കാശ് എത്ര വേണ്ടി വരും പാപ്പച്ചി? പെണ്ണിന് വയസ്സ് 16 ആണെന്നുള്ളത് ഉറപ്പല്ലേ? അതെ, 16. ഒരു 5 ലക്ഷം കരുതിക്കും. ഒരു 2 വയസ്സ് കൂടുതലായിരുന്നെങ്കിൽ 1.5 ലക്ഷത്തിൽ ഒതുക്കായിരുന്നു. ഇപ്പൊ പഴയതൊന്നും അല്ല കുഞ്ചറിയാച്ച. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും ഒന്നി കുറഞ്ഞ കാശ് കൈകൊണ്ട് കുറഞ്ഞില്ല. മിസ്റ്റർ ഹരികൃഷ്ണൻ. അതെ, ഞാനാണ്. ഏലപ്പാറ പെൺകുട്ടി മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാമെന്നാണ്. പ്ലീസ് കോപ്പറേറ്റ്. ഭർത്താവേ, ബാറ്ററിയുടെ തുമ്പെല്ലാം കിട്ടിയ ഇവിടെ ആരും ഇല്ലേ? എന്നാ സാറേ? സാമുവൽ സാറില്ലേ? ഇല്ല, അവര് തിരുവനന്തപുരത്തിന് പോയേക്കുവാ. സാമുൽ സാർ വന്ന അവനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. ആരാ വന്നത്? പോലീസുകാരാ പപ്പയെ തിരക്കി. അപ്പൊ എന്നെ വിളിക്കായിരുന്നില്ലേ? ആണൊരുത്തൻ ഇതിന്റെ അകത്തില്ലേ? പോയാ അവര്? കർത്താവേ, ഓരോരോ പരീക്ഷണങ്ങളെ. കമൻ. ഇരിക്കൂ. കോട്ടയം SP ഓഫീസിൽ നിന്നൊരു കോൾ വന്നിരുന്നു. ഇന്നലെ രാത്രി പന്തളത്ത് വെച്ചൊരു പെൺകുട്ടി അറസ്റ്റ് ചെയ്തു. ഒപ്പം 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഒരു രാജമ്മ, പിന്നെ ഒരു മണിയപ്പൻ. ഈ രാജമ്മയും മണിയപ്പനും ഞങ്ങൾ പോലീസുകാരുടെ ലിസ്റ്റിൽപ്പെട്ട കക്ഷികളാണ്. ഇതിനു മുമ്പും പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പല കൈമാറിയാണ് കുട്ടി ഇവരുടെ കയ്യിൽപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്ത 40ഓളം ആൾക്കാരുടെ ഡീറ്റെയിൽസ് കുട്ടി തന്നെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടി ലിസമ്മ തന്നെ ആണോ സാറേ? കുട്ടി ഇപ്പോൾ കോട്ടയത്തൂർ റെസ്ക്യൂ ഹോമിലാണ്. നിങ്ങൾ ഉടനെ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുക്കും. ഇറങ്ങി വാടി.
നാളെ നിന്റെയൊക്കെ അമ്മയ്ക്കും പെങ്ങൾക്കും മകൾക്കും ഈ നാട്ടിൽ ഇത് തന്നെ സംഭവിക്കാം. അപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ പോവാണ് പാർട്ടികളെ.